സ്ത്രീകളുടെ സുരക്ഷയ്ക്കുള്ള പ്രത്യേക സംവിധാനങ്ങൾ, വാട്ടർ മെട്രോയുമായും ഫീഡർ ബസ്സുകളുമായുള്ള മികച്ച ഏകോപനം തുടങ്ങിയവ യാത്രക്കാരെ മെട്രോയിലേക്ക് ആകർഷിക്കുന്നു. കൊച്ചി നഗരത്തിന്റെ ഗതാഗത ശീലങ്ങളെ മാറ്റിയെഴുതിക്കൊണ്ട് കൊച്ചി മെട്രോ വൻ മുന്നേറ്റം കൈവരിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രവർത്തന ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവും അറ്റനഷ്ടത്തിൽ ഗണ്യമായ കുറവുമാണ്. യാത്രക്കാരുടെ എണ്ണത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ കൊച്ചി മെട്രോയുടെ ചരിത്രത്തിൽ ആദ്യമായി ശരാശരി യാത്രക്കാരുടെ എണ്ണം 1 ലക്ഷം കടന്ന് 1.01 ലക്ഷത്തിലെത്തി. 2026 ഇത് വീണ്ടും വർദ്ധിച്ച് 1.05 ലക്ഷമായി ഉയർന്നതോടെ തിരക്കേറിയ സമയങ്ങളിൽ കൂടുതൽ ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തി KMRL യാത്രക്കാർക്ക് സൗകര്യമൊരുക്കി. യാത്രക്കാരുടെ എണ്ണം കൂടിയത് ടിക്കറ്റ് വരുമാനം വർദ്ധിപ്പിക്കുകയും പ്രവർത്തന ലാഭത്തിൽ നേരിട്ട് പ്രതിഫലിക്കുകയും ചെയ്തു. കമ്പനിയുടെ അറ്റനഷ്ടം മുൻവർഷത്തെ 430.50 കോടി രൂപയിൽ നിന്ന് 352.49 കോടി രൂപയായി കുറഞ്ഞു. കൂടാതെ 52.64 കോടി രൂപയുടെ പ്രവർത്തന ലാഭം നേടിയതോടെ തുടർച്ചയായ 4ാം വർഷവും പ്രവർത്തന ലാഭം കൈവരിക്കുന്ന ഇന്ത്യയിലെ മികച്ച മെട്രോ സംവിധാനമായി കൊച്ചി മെട്രോ മാറി. ടിക്കറ്റ് വരുമാനത്തിന് പുറമെ പരസ്യങ്ങൾ, സ്റ്റേഷൻ വാണിജ്യവൽക്കരണം എന്നിവയിലൂടെ ആകെ വരുമാനത്തിന്റെ 34% നേടിയെടുക്കാൻ മെട്രോയ്ക്ക് സാധിച്ചു. വിജയത്തിന് പിന്നിലെ ഘടകങ്ങൾ ഭിന്നശേഷി സൗഹൃദപരമായ സ്റ്റേഷനുകൾ, സ്ത്രീകളുടെ സുരക്ഷയ്ക്കുള്ള പ്രത്യേക സംവിധാനങ്ങൾ, വാട്ടർ മെട്രോയുമായും ഫീഡർ ബസ്സുകളുമായുള്ള മികച്ച ഏകോപനം എന്നിവ യാത്രക്കാരെ മെട്രോയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട പാത കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും സ്മാർട്ട് സിറ്റിയിലേക്കും എത്തുന്നതോടെ യാത്രക്കാരുടെ എണ്ണവും ലാഭവും ഇനിയും ഗണ്യമായി വർദ്ധിക്കുമെന്ന് MD ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. സാമ്പത്തിക അച്ചടക്കവും നൂതനമായ വരുമാന മാർഗങ്ങളും കൊച്ചി മെട്രോയെ രാജ്യത്തെ തന്നെ സുസ്ഥിരമായ ഗതാഗത സംവിധാനമാക്കി മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.